ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തൃശൂർ സഹോദയ കലോത്സവത്തിന് സ്വാദേകി ശ്രീ പുഷ്കര കാറ്ററിംഗ്. 3 ദിവസങ്ങളിലായി 6000 പേർക്ക് ഭക്ഷണം. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന സഹോദയ ജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കുമടക്കം 6000-ഓളം പേർക്ക് 3 ദിവസങ്ങളിലായി വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി ശ്രീ പുഷ്കരം KH കാറ്ററിംഗ് ആണ്. 25 വർഷത്തോളം പാചകരംഗത്ത് പ്രാവീണ്യമുള്ള സഹോദരങ്ങളായ KH ഫറൂഖ്, KH അഷ്റഫ് എന്നിവരാണ് കാറ്ററിംഗിന് നേതൃത്വം നൽകുന്നത്. പാചകരംഗത്ത് അറിയപ്പെടുന്ന പിതാവ് KK ഹംസയുടെ പാത പിന്തുടർന്നാണ് ഇരുവരും ഈ ജോലി ഏറ്റെടുത്തത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് ഒരുക്കുന്നത്. ഒരു ദിവസത്തെ മെനുവിൽ വെജിറ്റേറിയൻ ബിരിയാണി, ചപ്പാത്തി, കുറുമ, ഇഡലി, ദോശ, സാമ്പാർ, പഴംപൊരി, ബ്രെഡ് പൊരിച്ചത് തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവത്തിന്റെ അവസാന ദിവസം ചിക്കൻ ബിരിയാണി നൽകി മത്സരാർത്ഥികളെ സന്തോഷിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതിയും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഫറൂഖിനെയും അഷ്റഫിനെയും സഹായിക്കുന്നതിനായി സ്ത്രീകളടക്കം 25ഓളം പേർ അടുക്കളയിൽ സജീവമായി രംഗത്തുണ്ട്. 6000 പേരെ പരിപാടിയാണ് ഒരു നേരത്തിന്. വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. അങ്ങനെ ഓരോ ദിവസം 3 ദിവസം 3 മെനുകളാണ്. ഇന്ന് തന്നെ കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. കലോത്സവത്തിൻ്റെയും അങ്ങനെ സ്കൂളുകളുടെ പരിപാടികൾ കുറേ ചെയ്യുന്ന ആൾക്കാരനാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ സഹോദരിയുടെ പരിപാടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യും. ഇതിന് ഒരു ദിവസം 10,000-ന് മേലെ ആൾക്ക് ഡെയിലി 3 നേരത്തിന് ഭക്ഷണം. ഒരു നേരം 6000 പേരോളം വരും. വൈകുന്നേരം കുറച്ച് കുറയും, ഉച്ചക്കും കാലത്തും ഫുള്ളായിട്ട് ആളുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി ചെയ്യുന്നത്. ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്? ഇന്ന് വെജിറ്റബിൾ ബിരിയാണി, കാലത്ത് ഇഡ്ഡലി സാമ്പാർ. ഇനി വൈകിട്ട് വെജിറ്റബിൾ കുറുമ, ചപ്പാത്തി, പൊറോട്ട. സ്നാക്സായിട്ട് 2 നേരം ഒന്ന് ബ്രെഡ് പൊരിച്ചത്, പിന്നെ പഴംപൊരി, ചായ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. നാളെ എന്താവും? നാളെ മറ്റേ ലോങ് റൈസ് ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി, വൈകിട്ട് ചിക്കൻ കറി. അതിൻ്റെ അടുത്ത ദിവസം ചിക്കൻ ബിരിയാണി, വൈകിട്ട് ചിക്കൻ കറി. പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡ് VIP വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 250-300 പേർക്കുള്ളത്. അത് അവരെ പറഞ്ഞ മെനു നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവസാന ദിവസം എന്താണ് പരിപാടി? അവസാന ദിവസം ചിക്കൻ ബിരിയാണി, വൈകിട്ട് ചിക്കൻ കറി, പിന്നെ വെജ്, പിന്നെ കാലത്ത് പൂരി, അങ്ങനെയാണ്. CCV ന്യൂസ്, ചേലക്കര.